സാറെ പീഡ ദൈവസഭയെ ശുദ്ധീകരിക്കുന്നു, അതിന് ഒരു ഡൗട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചോണ്ടിരിക്കുമോ? അപ്പൊ എല്ലാം അവൻ തന്നെ കൊടുക്കണം. ചോരയും കൊടുക്കണം, ജീവനും കൊടുക്കണം, അടിയും കിട്ടണം, എല്ലാം കിട്ടണം. നമ്മൾ ഇവിടെ നിന്ന് എന്തോ സൂഹിക്കാനാണ് വിളിച്ചത്? കുറച്ച് ലൈറ്റുകൾ കത്തിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഡാൻസ് ചെയ്യാനല്ലല്ലോ വിളിച്ചത്. അനേകം മലയാളികൾ പറയും ഞങ്ങൾ 500 പേരെ സ്നാനപ്പെടുത്തി, 300 പേരെ സ്നാനപ്പെടുത്തി. അവർ ഫിസിക്കലി സ്നാനപ്പെടുത്തി. അതിൻ്റെ അവകാശം ദൈവം അവരുടെ മനസ്സ് തുറന്ന് ഇവിടെ കൊണ്ടുവന്നു, നിന്നെ അവിടെ അയച്ചു. ഇതെല്ലാം ദൈവം തക്ക സമയത്തെല്ലാം നല്ല ചെയ്യുന്ന ദൈവം അവൻ്റെ ഹിസാബ്സ് എല്ലാം ചെയ്യും. പക്ഷെ സ്നാനപ്പെടുത്തിയ മനുഷ്യനെ, നിന്റെ ചുമതല ഒരു ആത്മീയ മനുഷ്യനെ നീ ജനിപ്പിച്ചെങ്കിൽ അവരെ സ്വർഗരാജ്യത്തിലും കൊണ്ടുപോകാനും നിന്റെ കാഴ്ചപ്പാടാ. നീ ഇങ്ങനെ ആരെങ്കിലും ഒരു അമേരിക്കയിൽ നിന്ന് വന്ന് 100 ഒരു മീറ്റിംഗ് വെച്ചു, ചോറും പരിപ്പറിയും കൊടുത്തിട്ട് കൈ പൊക്കിപ്പിച്ചു, സ്നാനപ്പെടുത്തു, അവിടെ പോയി ഞാൻ സ്നാനപ്പെടുത്തി ഒന്നൊന്നും പറയാനുള്ള ആർക്കും ഒരു അവകാശമില്ല. ഓക്കെ, നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയകളിൽ നിറഞ്ഞിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ വാർത്തകളാണ്. അതിനോടനുബന്ധിച്ച് സുവിശേഷ വിരോധികളായിട്ടുള്ള ആളുകൾ ഇറക്കുന്നൊരു പ്രസ്താവനയുണ്ട്. ക്രിസ്ത്യാനികൾ കൺവേർട്ട് ചെയ്യുന്നു, ആളുകളെ കൺവേർഷൻ നടത്തുന്നു, മതപരിവർത്തനം നടത്തുന്നു, മനുഷ്യക്കടത്ത് നടത്തുന്നു. നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, അടുത്ത അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണെന്നറിയാം. പ്രത്യേകിച്ച് പേഴ്സിക്യൂഷൻ റിലീഫുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളായി പാഷ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഇതിനെക്കുറിച്ചൊക്കെ പാഷയുടെ ഒരു ഒപ്പീനിയൻ എന്താണ് അഭിപ്രായം? ആദ്യമായിട്ട് എല്ലാ മീഡിയ ചാനൽസിനും ഒത്തിരി നന്ദി കരയറ്റുന്നു. അറ്റ്ലീസ്റ്റ് ഈ നന്നിൻ്റെ കേസ് മുഖാന്തരം, കന്യാസ്ത്രീകൾ മുഖാന്തരം അറ്റ്ലീസ്റ്റ് മലയാളികളെല്ലാം ഒന്ന് ഉണർന്നു. ആദ്യം ജോസ് പാപ്പച്ചനും ഭാര്യയുടെ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം കുറച്ച് ഉണർന്നു. ഇപ്പം മലയാളി, ബിക്കോസ് ടൈറ്റിലെല്ലാം മലയാളി കന്യാസ്ത്രീ അപ്പം മലയാളി എന്ന് കേട്ട് ജനങ്ങളുടെ അകത്തൊരു വലിയ ഉത്തേജനവും ഇതിനെ പറ്റിയുള്ള ഭാരം ഉണ്ടാക്കിയതിനായി ഞാൻ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി കരയറ്റുന്നു. അതിന് കാരണമായ കന്യാസ്ത്രീകൾക്കും ഞാൻ ദൈവത്തിൽ നന്ദി കരയറ്റുന്നു. ദൈവം ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളല്ലേ. നമ്മുടെ ചെറിയ ബുദ്ധിയിലൊന്നും നമുക്ക് ചിന്തിക്കാനൊക്കത്തില്ലല്ലോ. പക്ഷെ ദൈവം ഓരോ കാര്യം, ഒരു കൊച്ചു കാര്യം അവർ ജീവിതത്തിൽ പോലും ചിന്തിക്കത്തില്ല. പിള്ളേരെയും കൊണ്ട് ആഗ്രഹി പോകുമ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. അതുമല്ല, ഈ ഹ്യൂമൻ ട്രേഡിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ കേസ് ആയതുകൊണ്ട് ഒന്നുകൂടെ, അല്ലെങ്കിൽ കൺവേർഷൻ ഒരു കോമൺ കാര്യമാണ്. 100 കണക്കിന് കേസ് കൺവേർഷൻ്റെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഇയർ തന്നെ ഏതാണ്ട് 724 പേരെ ജയിലിൽ കൊണ്ടുപോയി. 724 പേരെ കഴിഞ്ഞ വർഷം കൺവേർഷന്റെ പേരിൽ ജയിലിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസുകളായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ തന്നെ ഏതാണ്ട് 250 കൂടുതൽ കേസുകൾ ആയിട്ടുണ്ട്. അപ്പൊ കൺവേർഷൻ ഒരു പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ ഇവരുടെ ഇതിൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ വീട്ടിൽ, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വേദോസ്തം കിട്ടി. അത് കൺവേർഷൻ മതം അതിൻ്റെ മേൽ ചുമത്തുവാനുള്ള, കുറ്റം ചുമത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടി. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വേദോസ്തമല്ലാതെ എന്തുവാ വേറെ വല്ലതും ഇരിക്കുമോ? ഖുറാൻ ഇരിക്കുമോ? ഖുറാൻ ഇരിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വേദപുസ്തകമോ പാട്ടുപുസ്തകമോ സൂക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അത് പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ ഒക്കത്തില്ല. അവർക്കൊരു കൊച്ചുണ്ടായി കാണും 5 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു കൊച്ച് സന്തോഷമായിട്ട് ജനിച്ചു അവരുടെ ജീവിതത്തിൽ. അവരൊരു ബർത്ത്ഡേ പാർട്ടി വിശ്വാസികളെ വിളിച്ച് ഒരു പാർട്ടി നടത്തി. അപ്പോൾ അവിടെ അയൽവക്കക്കാർ കൂടി, നിങ്ങൾ എന്തോ ഇവിടെ പാർട്ടി നടത്തുന്ന, ഇവിടെ ധനപരിവർത്തനം ചെയ്യുക. അല്ലെങ്കിൽ ഒരു കല്യാണം നടന്നു. ഛത്തീസ്ഗഡിലെ ഞാൻ ഇൻസിഡൻറ്റ്, ഇപ്പം റീസെൻ്റ്ലി നടന്ന ഒരു ഇൻസിഡൻറ്റ്, അവരുടെ ചെവിയിൽ അടിച്ചു പൊട്ടിച്ച് ഞങ്ങൾ അതിൻ്റെ ഹാൻഡിൽ ചെയ്ത ആ കേസ്. രാത്രിയിൽ വില്ലേജിൽ കല്യാണം നടക്കുക, എല്ലാവരും വന്നേക്കുക, അവിടെ വണ്ടികൾ മുഴുവൻ അടിച്ചു പൊട്ടിച്ചു. ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന കാറ് മുഴുവൻ, കല്യാണ പാർട്ടിക്ക് വന്ന വാഹനങ്ങൾ മുഴുവൻ തല്ലടിക്കുക. വീട്ടിൽ കയറും, വേദോസ്തം കിട്ടി. അതാ ഇങ്ങനെ പൊക്കി കാണിക്കുന്നത്. ഡ്രഗ്സ് കിട്ടി എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചാപ്പ അടിച്ചു. ഡ്രഗ്സ് കിട്ടി എൻ്റെ കൂട്ടുകാർ പറയുന്ന വേദോസ്തം കിട്ടിയെന്ന്. ഇപ്പം ജോസ് പാപ്പച്ചനും ഭാര്യയുടെ കേസിൽ, ജോസ് പാപ്പച്ചൻ്റെ കേസിൽ അവരെ കുറ്റം വിളിച്ചതൊക്കെ അവർ വില്ലേജിൽ പോയി ജനങ്ങളെ മതപരിവർത്തനം ചെയ്യുക, കള്ളു കുടിക്കേണ്ടെന്ന് പറയുക.
ഇത് ചെയ്യുക. വേദോസ്തം എല്ലാവർക്കും കൊടുത്തു. ഹൈക്കോർട്ടിൻ്റെ ബേൽ ഇതിൽ പറഞ്ഞേക്കുവാക്കി വേദോസ്തം കൊടുത്തു. അല്ലെങ്കിൽ ആരെങ്കിലോടും കള്ളു കുടിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് നല്ല കാര്യങ്ങളാണെന്നോ പന്ന കാര്യങ്ങളാണെന്നോ? അതിനുവേണ്ടി അവരകത്തിരുന്നു എത്ര മാസങ്ങൾ ജയിലിൽ കിടന്നു. അപ്പോൾ ഇതെല്ലാം കൺവേർഷൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് എന്തോ ക്രിസ്ത്യാനിയുമായിട്ട് റിലേറ്റഡ് ഏതൊരു ഇൻസിഡൻ്റ് ആണെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞില്ല, കല്യാണം ആയാലും ഒരു ഗെറ്റ് ടുഗെദർ ആണെങ്കിലും ഒന്നും വേണ്ട, വീട്ടിൽ ഇരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഭാര്യയും ഭർത്താവും പിള്ളേരും. ഒന്ന് പാട്ടിൻ്റെ ഒരു ശബ്ദമോ അല്ലെങ്കിൽ പ്രാർത്ഥന കേൾക്കുമ്പോൾ അവരിത് അത് വിട്. ചത്ത ശവങ്ങളെ പോലും 4 ദിവസം കഴിഞ്ഞ് ഛത്തീസ്ഗഡിൽ ഇപ്പം 2 ആഴ്ച മുമ്പ് 40-35 വയസ്സുള്ള സഹോദരി മരിച്ചതിൻ്റെ അവരുടെ ശവം 4ാമത്തെ ദിവസം വില്ലേജുകാർ പോലീസിനെ വിളിപ്പിച്ച് വെളിയിൽ ഇറക്കിപ്പിച്ചു. നമ്മൾ കുരിച്ചിട്ട ശവം, അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കുരിച്ചിട്ട ശവമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും കൺവേർഷൻ ആണെന്ന് പറഞ്ഞ് ഒരു കാരണം വേണം എങ്ങനെയെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെ വിരാമം കുറിക്കാൻ, സഭകൾ അടച്ചുപൂട്ടാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം വെച്ച് ആയിരക്കണക്കിന് സഭകൾ ഇന്ന് പൂട്ടി. അവർ സക്സസ്ഫുള്ളായി, അവരുടെ വിചാരം അവർ സക്സസ്ഫുള്ളായി. പക്ഷെ ഇപ്പോൾ 500 വിശ്വാസികളുള്ള ഒരു സഭ പൂട്ടിയെങ്കിൽ ഇത് മനസ്സിലാക്കുന്നില്ല. ആ 500 വീടുകളിൽ സൺഡേ ആരാധന തുടങ്ങിയെന്ന്. ഓരോ ആരാധനയ്ക്ക് വരുന്നവർ ഇപ്പൊ 500 അടുത്ത് ആരാധന നടക്കുന്നു. 500 വീടുകളായിട്ട് അവർ കൂടുകയാണ്. 5 വീടുകളായിട്ട് കൂടും. അപ്പൊ ആരാധന കൂടിയില്ലയോ? അപ്പം ഒരാൾ വീട്ടിലിരുന്ന് ആരാധിക്കുവാണെങ്കിൽ എങ്ങനായാലും അയൽലോകത്തിലെ ഇൻഫ്ലുവൻസ് ആവത്തില്ല. ചിലപ്പോൾ ഒരു സൗഖ്യമായിരിക്കും, ചില വിടുതലായിരിക്കും. ഈ മാക്സിമം കേസസിൽ ജനങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നതാ ഏറ്റവും വലിയ ഇതായിട്ട് അവർ കാണുന്നത്. ചുരുക്കം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് സമാധാനപരമായിട്ട് ഛത്തീസ്ഗഡിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അല്ല, ഛത്തീസ്ഗഡ് അല്ല, എല്ലായിടത്തും, എല്ലാ നോർത്ത് ഇന്ത്യ മുഴുവൻ. ഛത്തീസ്ഗഡ് അല്ല, ഉത്തരേന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും. ഛത്തീസ്ഗഡ് അല്ല, ഉത്തർപ്രദേശില്. ഛത്തീസ്ഗഡ് ലാസ്റ്റ് ഇയർ ഏതാണ്ട് 163 ഏതാണ്ട് കേസ് ഉണ്ടായിരുന്നു. ഈ വർഷം ഓൾറെഡി 250 കൂടുതൽ കേസ് ആയി കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ 200ഓളം കേസ് ലാസ്റ്റ് ഇയർ ആയി. അപ്പം ഉത്തർപ്രദേശായി, മധ്യപ്രദേശായി, ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ 12 രാജ്യങ്ങളിൽ തന്നെ ആന്റി കൺവേർഷൻ സ്റ്റേറ്റ് ആന്റി കൺവേർഷൻ ഇല്ലയോ? ആന്റി കൺവേർഷൻ ഉണ്ട്. ഒഡീഷയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ആസാമിലുണ്ട്, ഗുജറാത്തിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്. ഇപ്പം എളുപ്പം മഹാരാഷ്ട്രയിൽ വരുമെന്ന് പറയുന്നു, ഗോവയിൽ വരുമെന്ന് പറയുന്നു. നാളെ കേരളത്തിൽ വരാം. കേരളത്തിൽ വരാം. കേരളത്തിൽ ആക്ച്വലി വരണം. അത് ഈ ക്രിസ്ത്യാനികൾ അങ്ങ് ഒത്തിരി സന്തുഷ്ടയിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ അവര്. ഈ മതപരിവർത്തനത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുണ്ട്. മതപരിവർത്തനം ശരിയാണോ തെറ്റാണോ? മതപരിവർത്തനം വേദോസ്തത്തിന്റെ ഹിസാബ് തെറ്റാ. നമ്മൾ ആരെയും നിർബന്ധിച്ച് ഒരു യേശുവിനെ സ്വീകരിക്കാൻ നമ്മളെങ്ങും പഠിപ്പിക്കുന്നില്ല. യേശു ശിഷ്യന്മാരെ അയച്ചു, പട്ടണത്തിൽ പോവുക, സുവിശേഷം പറയുക, അവർ അംഗീകരിക്കുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാലിൽ മണ്ണ് തൂത്തിട്ട് മുന്നോട്ട് പോകുക. അപ്പം ഞാൻ വേദോസ്തത്തിൻ്റെ ആധാരത്തിൽ നോക്കുകയാണെങ്കിൽ അതുമല്ല, നമുക്ക് ഈ സൗഖ്യങ്ങളും വലിയ പബ്ലിസിറ്റി ഒന്നും കാണേണ്ട ആവശ്യമില്ല. യേശു എല്ലാവരും സൗഖ്യമായിട്ട് പറഞ്ഞു, ആരോടും പറയല്ല, നിങ്ങൾ വീട്ടിൽ പോകാൻ പറഞ്ഞു, ആരോടും പബ്ലിസിറ്റി ഒന്നും ചെയ്യണ്ട, അത് തന്നെ അയക്കുള്ളൂ. 40 വർഷം തൊട്ട് സുന്ദരം ദേവാലയത്തിൽ ഇരുന്നവൻ പത്രോസും യോഹന്നാൻ്റെ കൂടെ ആലയത്തിൻ്റെ അകത്ത് വന്ന് തുള്ളാൻ ചാടാൻ തുടങ്ങിയപ്പോൾ അതിന് ആരെയും പിടിച്ച് ടെസ്റ്റ് മണി ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവൻ തന്നെ ഒരു ജീവിക്കുന്ന ടെസ്റ്റ് മണി ഇല്ല. അല്ലെങ്കിൽ ഒരു ലിഗിയോൻ 6000 ഭൂതം ബാധിച്ച ഒരു ലിഗിയോൻ സൗഖ്യമാക്കിയപ്പോൾ അവൻ കല്ലറയിൽ താമസിക്കുന്ന മനുഷ്യൻ ഇന്ന് 10 പട്ടണത്തിൻ്റെ ഡിക്കപോലിസിൻ്റെ പട്ടണങ്ങളിൽ അവൻ ചുമതലയെടുത്ത് അവൻ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുക. അവിടെ 10 പട്ടണങ്ങളിൽ പോയി കല്ലറ കിടന്നവന് അതിന് സാക്ഷ്യം എന്തോ വേണ്ടിയ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അറിയത്തില്ലയോ? എത്ര നാൾ ഒതുക്കി വെക്കാമെന്ന കാര്യമായത്. ആരെയും ഒതുക്കി വെക്കാനൊക്കത്തില്ലല്ലോ. രക്തസ്രാവിയായ സ്ത്രീയെ യേശുവിനോട് സൗഖ്യം പ്രാപിച്ചു. അവള് മിണ്ടാതെ പോവല്ലായിരുന്നു, പക്ഷെ യേശു അവളെ പബ്ലിസൈസ് ചെയ്തില്ലേ അന്ന്. അപ്പം നമ്മള് ദൈവത്തിന് ചെയ്യാനുള്ള പ്രവൃത്തി ദൈവം ചെയ്യും. ഈ ക്രിസ്തീയ സഭയും സമൂഹവും മതപരിവർത്തനത്തിന് എതിരാണ്. 100%, 100% എതിരാണ്. 100%. ബിക്കോസ് പരിവർത്തനം ചെയ്യുവാൻ ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ സുവിശേഷം പറഞ്ഞ് ഒരാളെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ലല്ലോ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് തരാം.
പക്ഷെ കയറ്റുന്നവൻ അവനല്ലയോ. ഐ വിൽ ഗിവ് യു ദ കീസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ചാക്കോല് നിനക്ക് തരാം, നീ പോയി പറഞ്ഞോ. അതിൻ്റെ അകത്ത് കയറുന്നത് പുത്രൻ വിചാരിച്ചത് പരിശുദ്ധാത്മാവ് ഹൃദയം തുറക്കണ്ടായോ? ലിഡിയയുടെ ഹൃദയം ആരാ തുറന്നേ? പൗലോസ് പറഞ്ഞു, സുവിശേഷം പറഞ്ഞു. യേശു ആണ് ദൈവം, അവൻ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. നീ വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നു യേശു പറയാൻ പരിശുദ്ധാത്മാവോടെ ഹൃദയം തുറന്നപ്പോൾ അവൾ യേശുവിനെ സുന്ദരക്ഷമായി സ്വീകരിച്ചപ്പോൾ അവൾ പൗലോസിനെ വീട്ടിൽ കൊണ്ടുപോയി. യൂറോപ്പിലെ ആദ്യത്തെ സഭ തുടർന്നു. യൂറോപ്പിനെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ സഭ വീട് തുറന്നു കൊടുത്തു. അവിടുന്ന് ഒരു ആലയം തുറന്നു. അത് കഴിഞ്ഞ സ്ത്രീ കാഴ്ചപ്പാട് പറയുന്ന പെണ്ണ്, രണ്ടാമത്തെ വിശ്വാസി, മൂന്നാമത്തെ വിശ്വാസി ജയിലറ്, അവരെല്ലാം ആരും ഒന്നും സുവിശേഷം പറഞ്ഞില്ലല്ലോ. ജയിലറിന് എത്ര സമയം കിട്ടി സുവിശേഷം പറയാൻ? ആ രാത്രി തന്നെ സ്നാനപ്പെടണമെങ്കിൽ ആരെന്തോ നമ്മുടെ സുവിശേഷത്തിന്റെ കരകത്തോ നമ്മൾ പറയുന്നതിന്റെ സ്റ്റൈലിലൊന്നും അല്ലല്ലോ മനുഷ്യൻ വരുന്നത്. അനേകം മലയാളികൾ പറയും ഞങ്ങൾ 500 പേരെ സ്നാനപ്പെടുത്തി, 300 പേരെ സ്നാനപ്പെടുത്തി. അവിടെ സംസാരം കേട്ടാൽ അവരാ സ്നാനപ്പെടുത്തിയെന്ന്. അവർ ഫിസിക്കലി സ്നാനപ്പെടുത്തി. അതിൻ്റെ അവകാശം ദൈവം അവരുടെ മനസ്സ് തുറന്ന് ഇവിടെ കൊണ്ടുവന്നു, നിന്നെ അവിടെ അയച്ചു. ഇതെല്ലാം ദൈവം തക്ക സമയത്തെല്ലാം നല്ല ചെയ്യുന്ന ദൈവം അവൻ്റെ ഹിസാബ്സ് എല്ലാം ചെയ്യും. അതുകൊണ്ട് അതിനെപ്പറ്റി ആർക്കും ക്രെഡിറ്റ് എടുക്കുവാൻ ഞാൻ എത്ര ഭാഷമാരെ കേട്ടിട്ടുണ്ട് പറയുന്നത് ഞങ്ങൾ 500 പേരെ സ്നാനപ്പെടുത്തി, 300 പേരെ സ്നാനപ്പെടുത്തി, ലാസ്റ്റ് ഇയർ 200 പേരെ സ്നാനപ്പെടുത്തിയൊക്കെ ശരിയാ. പക്ഷെ സ്നാനപ്പെടുത്തിയ മനുഷ്യനെ, നിന്റെ ചുമതല ഒരു ആത്മീയ മനുഷ്യനെ നീ ജനിപ്പിച്ചെങ്കിൽ അവരെ സ്വർഗരാജ്യത്തിലും കൊണ്ടുപോകാനും നിന്റെ കാഴ്ചപ്പാടാ. നീ ഇങ്ങനെ ആരെങ്കിലും ഒരു അമേരിക്കയിൽ നിന്ന് വന്ന് ഒരു മീറ്റിംഗ് വെച്ചു, ചോറും പരിപ്പറിയും കൊടുത്തിട്ട് കൈ പൊക്കിപ്പിച്ചു, സ്നാനപ്പെടുത്തു, അവിടെ പോയി ഞാൻ സ്നാനപ്പെടുത്തി ഒന്നൊന്നും പറയാനുള്ള ആർക്കും ഒരു അവകാശമില്ല. അതുകൊണ്ടല്ലോ പൗലോസ് ഒരിക്കലും അതിനെപ്പറ്റി പറയാമെന്ന് പൗലോസ് പറഞ്ഞു. ഗയാസും വേറെ ഒരു ആളുടെ പേര് പറഞ്ഞു, ഇത് കൂടാതെ എനിക്ക് ഓർമ്മയില്ല ഞാൻ ആരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശൗലല്ലയോ ക്രെഡിറ്റ് എടുക്കേണ്ടിയ സ്നാനത്തിന്റെ മുഴുവനും എത്ര സുവിശേഷം പറഞ്ഞു. അപ്പൊ അതിനൊന്നും അല്ല കളി. മനുഷ്യൻ ഒരു ആത്മിക ഒരു മനുഷ്യൻ ഒരാളെ വിശ്വാസത്തിലേക്ക് സ്നാനപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അവരൊരു ആത്മിക പൈതല. ഒരു അമ്മ എങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ച് വേദന എടുക്കുന്നോ അത്രയ്ക്ക് വേദന സഹിച്ച പൗലോസ് പറയുന്നത് ഞാൻ അപ്പനും അമ്മയും രണ്ടും അവർക്ക് വേണ്ടിയായി. അതുകൊണ്ടില്ല ജയിലിൽ കിടക്കുമ്പോഴും തിമോത്തിയോട് പറയുന്നത് ആ തെസ്സലോനിക്ക സഭയിലൊന്നും നീ പോയിട്ട് വാ. എങ്ങനെയുണ്ട് പീരീഡ്, അവരുടെ വിശ്വാസം എങ്ങനെയുണ്ട്? തിമോത്തി ജയിലിൽ കിടക്കുക, നാളെ കഴുത്ത് കണ്ടിക്കാൻ ഇരിക്കുക. അവിടെ അവന് തിമോത്തിയെ വിട്ടിട്ട് തെസ്സലോനിക്ക സഭയോട് പറയുക നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ, എങ്ങനെയുണ്ട് തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം. ബിക്കോസ് ജേസന്റെ വീട്ടിൽ ആദ്യമായിട്ട് തെസ്സലോനിക്ക സഭയിൽ പോയപ്പോൾ ആദ്യത്തെ പീഡയിൽ തന്നെ കൊട്ടയ്ക്കകത്ത് ഇറങ്ങി പൗലോസിന് പോകണമായിരുന്നു. അപ്പൊ പൗലോസിന് ഭാരമുണ്ടായിരുന്നു. ഇവര് പീഡ മുഖാന്തരം ഇവര് വിശ്വാസത്തിൽ ക്ഷയിച്ചോ. പക്ഷെ തിമോത്തി വന്ന് പറഞ്ഞത് അവർ വിശ്വാസത്തിൽ വർദ്ധിക്കുന്നു. അപ്പൊ പീഡയിൽ ഒരു വശത്ത് സഭ അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പൗലോസ് പോലെ ആൾക്കാർ, അല്ലെങ്കിൽ സഭ പൗലോസിന്റെ ഒരു ഫാദർഹുഡ് പോലെ ഒരു പൊസിഷൻ ദൈവസഭകൾ എടുത്ത് ഈ പീഡ അനുഭവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാണെങ്കിൽ അവർ ഡെഫിനറ്റ്ലി വിശ്വാസത്തിൽ വർദ്ധിക്കും. പക്ഷെ നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നു ഒരു മലയാളിയുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ തുള്ളാൻ തുടങ്ങും. മലയാളി അല്ലെങ്കിൽ ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ നിങ്ങൾ ആ സഭയിൽ പോയിന്റ് പോലും പറയത്തില്ലല്ലോ പ്രാർത്ഥിക്കാൻ. സൺഡേയിൽ ഒരു പാട്ടങ്ങ് പാട്ട് ചുരുക്കിയിട്ട് ആ ഒരു പാട്ടിന്റെ ആ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ ഒരു പാട്ട് ചുരുക്കിയിട്ട് ആ 10-15 മിനിറ്റ് 10 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് 3 മണിക്കൂർ നാം പീഡ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ. ദൈവദാസൻ വിശ്വാസികളുടെ അകത്തൊരു പ്രേരണ കൊണ്ടുപോവാ. ഇങ്ങനത്തെ ഒരു കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, എൻ്റെ പ്രസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാനല്ല പറയുന്നത്, കർത്താവിന്റെ ശരീരമായ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. കാരണം പൗലോസും ശീലാസും അകത്തായിരുന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസ് അകത്തായപ്പം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. യാക്കോബിന്റെ കരുത്ത് കണ്ടിച്ചു, പത്രോസിനെ വിട്ടയച്ചു. ഇന്ന് യാക്കോബിന്റെ കരുത്ത് കണ്ടിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നാളെ പത്രോസിന്റെ കരുത്ത് കണ്ടിക്കണം. ദൈവസഭ പ്രാർത്ഥിച്ചു, പത്രോസിനെ സ്വർഗദൂതൻ വിട്ടു. സ്വർഗദൂതൻ പ്രാർത്ഥിക്കുന്നതിന്റെ സ്ഥലത്ത് വന്നു. അപ്പൊ ആ ചൂട് വേണം. ആദ്യത്തെ കാര്യം ആ കാഴ്ചപ്പാട് വേണം. എല്ലാ സൺഡേയിലും ഈ ദൈവദാസന്മാർ വന്ന് കർത്താവ് വിടുവിക്കും, സൗഖ്യമാക്കും, നടത്തും, പുലർത്തും. ഇത് തന്നെ വർഷങ്ങളായിട്ട് വിശ്വാസികളെ പഠിപ്പിച്ച് ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുപോകാതെ വിശ്വാസികൾക്കൊന്നും അറിയാതെ അതിനെപ്പറ്റി ഇപ്പം പെർസിക്യൂഷൻ റിലീഫിന്റെ പ്രെയർ പോയിന്റ് നിങ്ങൾ സഭയെ വായിച്ചാൽ എന്തോ ഞങ്ങൾക്ക് വല്ലതും ക്രെഡിറ്റ് കിട്ടുന്നു? ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി എനിക്കൊരു ചുമതലയുണ്ട്, നിങ്ങൾക്കൊരു ചുമതലയുണ്ട്, എക്സിനൊരു ചുമതലയുണ്ട്. ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഓരോ ചുമതല ഉള്ളതിൻ്റെ കൂട്ട്
അതുപോലെ സഭയുടെ എല്ലാവർക്കും ഒരു ചുമതലയുണ്ട്. ആ ചുമതലയിൽ നിന്ന് ആർക്കും മാറിപ്പോകാനൊക്കത്തില്ല. ഈ 12 സ്റ്റേറ്റുകളിലുള്ള മതപരിവർത്തന നിരോധന ബില്ല് പാസ്സായി കഴിഞ്ഞു. 11 കഴിഞ്ഞ് 12ാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് ക്രൈസ്തവ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായിട്ടാണോ ദോഷകരമായിട്ടാണോ സംഭവിക്കുന്നത്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സാറേ, പീഡ ദൈവസഭയെ ശുദ്ധീകരിക്കുന്നു, അതിന് ഒരു ഡൗട്ടില്ല. ഞാനിപ്പം ലാസ്റ്റ് വീക്ക് ആൽഗിൻ എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ അനേക മാസങ്ങളാൽ ജയിലിലായിരുന്നു. ഞാൻ അവനോട് വെളിയിൽ ഇറങ്ങിയിട്ട് ചോദിച്ചു, നീ എന്തിനാ ജയിലിൽ പോയത്? ദൈവം നിന്നെ എന്തിനാ ജയിലിൽ വിട്ടേ? അപ്പം പറഞ്ഞു, എൻ്റെ മാനസാന്തരത്തിന്. ഞാൻ പറഞ്ഞു, നീ എന്തോ ചെയ്ത്? പറഞ്ഞു, സാറേ, ഞാൻ ചെയ്യാത്ത ഒരു പണിയും ഇല്ലെന്ന്. ഞാൻ എണ്ണ വിൽക്കുന്നു, ഞാൻ അവിടെ എൻ്റെ വില്ലേജിൽ ബാക്കി പാസ്റ്റർമാർ ചെയ്യുന്ന എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നു. എൻ്റെ ഭാര്യ എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് വേദോസ്തത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ. പക്ഷെ ബാബഗിരി കളിച്ച് ബാബയുടെ രൂപത്തിൽ കൊച്ചു കൊച്ചു വില്ലേജിൽ പോയി നോക്കുക, ആൾക്കാർ ടൈം സൂട്ട് ഇട്ടുകൊണ്ട് സ്റ്റൈൽ കളിച്ച് അവിടെ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം ഒന്നും അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒരപ്പനും അവരുടെ പിള്ളേരെ വെറുതെ അടിക്കത്തില്ല. സാറിനും 2 പിള്ളേരുണ്ട്. നിങ്ങളെന്തോ വെറുതെ നിങ്ങളുടെ മനസ്സ് ശരിയാണെങ്കിൽ നിങ്ങൾ വെറുതെ പിള്ളേരെ അടിച്ചുകൊണ്ടിരിക്കുമോ? പിന്നെ ഇത് ആരാ? എൻ്റെ അപ്പൻ ആരാ? സ്വർഗസ്വനായ സിംഹാസനായ ഇരിക്കുന്ന യേശു എനിക്ക് വേണ്ടി വീണ്ടെടുത്തു, അവൻ ചോര കൊടുത്തു, അവൻ എന്നെ വിലക്ക് മേടിച്ചു. അവൻ എന്നെ വെറുതെ അടിക്കുമോ? ഇല്ല. അവൻ എന്നെ അടിക്കുന്നെങ്കിൽ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരാൾ അടിച്ചു ക്രിസ്തു മുഖാന്തരം, അതിന് 100% അതിൻ്റെ ഒരു മറുവശമുണ്ട്. സഭയ്ക്കത് വെളിപ്പെടാതിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല. ഇപ്പം യേശു പറഞ്ഞു, അവൻ്റെ അടിപ്പിനാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു. അപ്പൊ അവൻ്റെ അടിപ്പിനാൽ ഈ 39 പ്രാവശ്യം പുറത്തടിച്ചപ്പോൾ അവൻ്റെ അടിപ്പിനാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. അവൻ്റെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നു, he was pierced for our transgressions, he was crushed for our iniquities, the punishment that brought us peace was upon him, by his wounds we are healed. അപ്പൊ 4 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിച്ച് അവൻ ക്രൂശിൽ പറഞ്ഞു, എവറിത്തിങ് ഇസ് ഫിനിഷ്ഡ്, എല്ലാം നിവർത്തിയായി. ഇനി നിങ്ങൾ മുന്നോട്ട് പോകും. അപ്പം ദൈവസഭ വല്ലാത്ത ഒരു പഠിത്തത്തിലും ഒരു ദൈവവചനത്തിന്റെ ആധാരമില്ലാതെ ഒത്തിരി % ഈ ആളെ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ ക്വാളിറ്റിയാ ഇമ്പോർട്ടൻറ്റ്, ക്വാണ്ടിറ്റി അല്ല. ക്വാണ്ടിറ്റി ആയിരുന്നെങ്കിൽ ഗേറ്റ് നാരോ അല്ലായിരുന്നില്ല, സ്വർഗത്തിന്റെ വിശാലമായ ഗേറ്റ് ആയനെ. നാരോ ഗേറ്റ് ഇല്ലയോ? അതിന്റെ കഥ എന്തുവാ? ക്രൂസ്. ആരെന്റെ പിന്നാലെ വരുന്നോ, ക്രൂസ് എടുക്ക, തന്നെ ത്യജിക്ക്, എന്റെ പിന്നാലെ വാ. ഇവിടെ കിട്ടാനുള്ള പരിപാടിക്കല്ലല്ലോ ആൾക്കാരെ വിളിക്കേണ്ടിയേ, കൊടുക്കാനാ വിളിക്കുന്നത്. എന്നെ ദൈവം വിളിച്ചെങ്കിൽ ദൈവം എനിക്ക് ഇത്രയും വലിയ പ്രിവിലേജ് തന്നു സ്വർഗരാജ്യത്തിലെ അംഗമാക്കാൻ, ഞാൻ കൊടുക്കേണ്ടിയല്ലയോ? അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചോണ്ടിരിക്കുമോ? അപ്പൊ എല്ലാം അവൻ തന്നെ കൊടുക്കണം. ചോരയും കൊടുക്കണം, ജീവനും കൊടുക്കണം, അടിയും കിട്ടണം, എല്ലാം കിട്ടണം. നമ്മൾ ഇവിടെ നിന്ന് എന്തോ സൂഹിക്കാനാണ് വിളിച്ചത്? കുറച്ച് ലൈറ്റുകൾ കത്തിച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഡാൻസ് ചെയ്യാനല്ലല്ലോ വിളിച്ചത്. തന്നെ ഒറ്റിക്കൊടുക്ക. അപ്പം പീഡ മുഖാന്തരം ഞാൻ പഠിച്ച ഒരു കാര്യമാണ് സാറേ, ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ആൾക്കാർ മാത്രമേ ഇനി മുന്നോട്ട് സർവൈവ് ചെയ്യത്തുള്ളൂ. ജഡത്തിലുള്ള ശുശ്രൂഷകളെല്ലാം ഫിനിഷായി. ഇനി പീഡ വർദ്ധിക്കും. പീഡയുടെ മധ്യത്തിൽ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന പൗലോസ് പറയുന്നതിൻ്റെ കൂട്ട് ആക്സില്, ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് ജെറൂസലേമിലേക്ക് പോകുന്നു. അപ്പൊ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് നീ പോയില്ലെങ്കിൽ നീ ശുശ്രൂഷ ഇനിയും വരാനുള്ള കാലത്തിൽ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് മർക്കോസിന്റെ മാലിമുറിയിൽ 120 പേരെ വിളിച്ച് യേശു പറഞ്ഞു, എങ്ങും പോകല്ല, ജെറുസലേമിൽ പോകല്ല. ജെറുസലേം പോകുന്നതിന് എന്തിനാ? 3.5 വർഷത്തെ ബൈബിൾ ക്ലാസ് നടത്തില്ലയോ? 12 പിള്ളേരുണ്ടായിരുന്നു, യേശു ബൈബിൾ ക്ലാസ് നടത്തില്ലയോ? അത് കഴിഞ്ഞ് ജെറുസലേം മുഴുവനും 3 വർഷം തൊട്ട് യേശുവിൻ്റെ കൂടെ നടക്കുമല്ലായിരുന്നു? എത്ര അത്ഭുതങ്ങൾ ചെയ്തു, അവരും ചെയ്തു, യേശുവും ചെയ്തു, എല്ലാവരും കണ്ടു, ഇവരെ എല്ലാവരും അറിയും. പിന്നെന്താണ് ജെറുസലേമിൽ പോകാത്തെ? ആത്മാവിനാൽ നിറയപ്പെടാതെ നിനക്ക് എങ്ങും പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഈ ദൈവസഭ ഈ ദോഷങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഈ ദൈവജനങ്ങൾ എല്ലാം മർക്കോസിന്റെ മാലിമുറി കയറിയിട്ട് ആത്മാവിനാൽ നിറയണം. ആത്മാവിനാൽ നിറയുമ്പോൾ, ആത്മാവിനാൽ നിറയാത്ത പത്രോസിനോട് യേശു പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പിടിക്കപ്പെടും, എൻ്റെ ജീവൻ അവരെടുക്കുമെന്ന്. അപ്പം പത്രോസ് അവനെ ദേഷ്യപ്പെട്ട് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് അവൻ്റെ മേലിൽ ദേഷ്യപ്പെട്ടു. അപ്പോൾ യേശു പറഞ്ഞു, പിശാചെ നീ എന്നെ വിട്ടുപോ, നിനക്ക്
സ്വർഗരാജ്യത്തെ പറ്റി അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആത്മാവിനാൽ നിറഞ്ഞ അതേ പത്രോസ് ക്രൂശിൽ മേൽ പോയി കാല് മേളിൽ കൊണ്ടുപോയി തല താരയിട്ട് മരിച്ചില്ലേ അവന്. അതുകൊണ്ട് ആത്മാവിനാൽ നിറവല്ലാതെ ശുശ്രൂഷ ചെയ്യാനൊക്കത്തില്ല. ഈ ഉത്തർപ്രദേശ് ആയാലും ഛത്തീസ്ഗഡ് ആയാലും അനേക ഇങ്ങനെ സോ കോൾഡ് ചർച്ചസ് എല്ലാം അടച്ചു പൂട്ടും. ദൈവത്തിൻ്റെ ഭയത്തിലും ദൈവത്തിൻ്റെ വചനപ്രകാരം നടക്കുന്ന സഭ സർവൈവ് ചെയ്യും മാത്രമല്ല ഭയങ്കരമായിട്ട് വളരുകയും ചെയ്യും. ഈ നമ്മുടെ 2000 വർഷത്തെ ചരിത്രമുണ്ട് ഇന്ത്യയിലെ ക്രൈസ്തവ സഭയ്ക്ക് ഇല്ലേ? പക്ഷേ ഒരു മാസ് കൺവേർഷന് വേണ്ടിയുള്ള ഒരു ലെവൽ അതൊരു ചിന്തയായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഉള്ള 2% 3% ഉള്ള ആളുകളുടെ എണ്ണസംഖ്യ അങ്ങനെ തന്നെ നിൽക്കത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൺവേർഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ? 100% നടക്കുന്നുണ്ട്. കൺവേർഷൻ നടക്കുന്നില്ല, പക്ഷേ യേശു ജനങ്ങളെ യേശുവിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നമ്മുടെ ജോലി എന്തോ യേശുവിനെ പൊക്കുക, കൺവേർഷൻ നടത്തുക, സുവിശേഷം പറയുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. നിത്യജീവൻ. ഇപ്പം എനിക്കൊരു ഉറപ്പുണ്ടല്ലോ നാളെ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാൻ നാളെ പട്ടിയാകത്തില്ല, പൂച്ചയാകത്തില്ല. ഞാൻ എൻ്റെ യേശു പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി പോകുക, ഒരു സ്ഥലം ഒരുക്കാൻ പോവുക, സ്ഥലം ഒരുക്കിയിട്ട് ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോകും. ഓക്കെ, ഇതൊന്നും ലോജിക്കലല്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ വാക്കുകളെല്ലാം വേസ്റ്റ് ആയിരുന്നു. യേശുവിനെ ഏത് ആത്മാവ് ഉയർത്തെഴുന്നേൽപ്പിച്ചോ അതേ ആത്മാവ് എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും.